أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളെ സംബന്ധിച്ച അനുസ്മരണത്തിൽ ഇന്ന് ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിനെ പറ്റിയാണ് വിവരിക്കുന്നത്. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ പേര് ആമിർ ബിൻ അബ്ദുള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള ബിൻ ജറാഹ് എന്നാകുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് തന്റെ ഗോത്രം കാരണം ഏറെ പ്രസിദ്ധനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ വംശാവലി അദ്ദേഹത്തിന്റെ പിതാമഹൻ ജറാഹിനെ ചേർത്താണ് പറയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമൈമ ബിൻത്ത് ഗനം എന്നായിരുന്നു. അവർ ഖുറേഷി വംശത്തിലെ ബനു ഹാരിസ് ബിൻ ഫഹറിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഹദ്റത്ത് അബൂ ഉബൈദ നല്ല ഉയരമുള്ള ആളായിരുന്നു. ശരീരം മെലിഞ്ഞതായിരുന്നു. മുഖത്ത് മാംസം കുറവായിരുന്നു. മുൻഭാഗത്തുള്ള 2 പല്ലുകൾ ഉഹദ് യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കവിളിൽ തറച്ച വളയങ്ങൾ അദ്ദേഹം തന്റെ പല്ലുകൾ കൊണ്ട് വലിച്ചെടുത്തത് കാരണം പൊട്ടിപ്പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റേത് നിറഞ്ഞ താടിയല്ലായിരുന്നു. അദ്ദേഹം താടിയിൽ ഹിസാബ് കളർ തേക്കുമായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് നിരവധി വിവാഹങ്ങൾ കഴിച്ചിരുന്നു. പക്ഷേ അവരിൽ 2 ഭാര്യമാരിൽ മാത്രമേ മക്കൾ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് 2 ആൺമക്കളായിരുന്നു. ഒരാളുടെ പേര് യസീദ് എന്നും മറ്റൊരാളുടെ പേര് ഉമേർ എന്നുമായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് തന്നെ സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകിയ 10 സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഇവർ അശ്റെ മുബശ്ശിറ അഥവാ സുവാർത്ത നൽകപ്പെട്ട 10 പേർ എന്നറിയപ്പെടുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ ഖുറൈശികളിലെ മാന്യരും സൽസ്വഭാവികളും ലജ്ജയുള്ളവരുമായുള്ള ആളുകളുടെ ഗണത്തിൽപ്പെടുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ ഹദ്റത്ത് അബൂബക്കറിന്റെ തബ്ലീഗിലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ആ സമയത്ത് മുസ്ലിങ്ങൾ ദാറുൽ അർക്കമിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനും മുമ്പുള്ള കാര്യമാണ്. ഹദ്റത്ത് അബൂ ഉബൈദ 9ാമതാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഹദ്റത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ ഉമ്മത്തിനും ഒരു അമീൻ ഉണ്ട്. എന്റെ ഉമ്മത്തിന്റെ അമീൻ അഥവാ വിശ്വസ്തൻ അബൂ ഉബൈദ ബിൻ ജറാഹ് ആകുന്നു. സഹീഹ് മുസ്ലിമിലെ നിവേദനമനുസരിച്ച് യമനിലെ ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ എത്തി പറഞ്ഞു, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നതിന് ആരെയെങ്കിലും ഞങ്ങളുടെ കൂടെ അയച്ചാലും. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വിശ്വസ്തനായ ഒരാളെ അയച്ചു തന്നാലും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം കടമകൾ യഥാവധി നിർവഹിക്കുന്ന ഒരു അമീനെ അഥവാ വിശ്വസ്തനെ തീർച്ചയായും അയക്കുന്നതാണ്.
അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാസ അമീനുൻ ഹാസിഹിൽ ഉമ്മ, അതായത് ഇദ്ദേഹം ഈ ഉമ്മത്തിലെ അമീൻ അഥവാ വിശ്വസ്തനാകുന്നു. ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂബക്കർ, ഉമർ, അബൂ ഉബൈദ ബിൻ ജറാഹ്, ഉബൈദ് ബിൻ ഹുസൈർ, സാബിത് ബിൻ ഖൈസ് ബിൻ ഷമാസ്, മുആസ് ബിൻ ജബൽ, മുആസ് ബിൻ അമർ ബിൻ ജമൂഹ് എന്നിവർ എത്ര നല്ല ആളുകളാണ്. അതായത് അവർ സ്തുതിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു സദസ്സിൽ അവരെ സംബന്ധിച്ച് അനുസ്മരിച്ചതായിരുന്നു. അതാണ് ഹദ്രത്ത് അബൂ ഹുറൈറ ഉദാഹരണമായി വിവരിക്കുന്നത്. ഒരിക്കൽ ഹദ്രത്ത് ആയിഷയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ശേഷം ആരെങ്കിലും പിൻഗാമി ആക്കുമായിരുന്നുവെങ്കിൽ ആരെയാണ് പിൻഗാമിയാക്കുക? അപ്പോൾ ഹദ്രത്ത് ആയിഷ പറഞ്ഞു, ഹദ്രത്ത് അബൂബക്കറിനെ. ജനങ്ങൾ ചോദിച്ചു, ഹദ്രത്ത് അബൂബക്കറിന് ശേഷം ആരെയാണ് ആക്കുക? ഹദ്രത്ത് ആയിഷ പറയുന്നു, ഹദ്രത്ത് ഉമറിനെ. ജനങ്ങൾ ചോദിച്ചു, ഹദ്രത്ത് ഉമറിന് ശേഷം ആരെയായിരിക്കും? ഹദ്രത്ത് ആയിഷ പറയുന്നു, ഹദ്രത്ത് ഉബൈദ ബിൻ ജറാഹിനെ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. വേറെ നിവേദനത്തിൽ പറയുന്നു, അബ്ദുല്ലാഹ് ബിൻ ഷക്കീഖ് ഹദ്രത്ത് ആയിഷയോട് ചോദിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റെ സഹാബാക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരുന്നു? ഹദ്രത്ത് ആയിഷ പറയുന്നു, ഹദ്രത്ത് അബൂബക്കർ. അദ്ദേഹം ചോദിച്ചു, ഹദ്രത്ത് അബൂബക്കറിന് ശേഷം ആരാണ്? ആയിഷ പറയുന്നു, ഹദ്രത്ത് ഉമർ. അദ്ദേഹം ചോദിച്ചു, ഹദ്രത്ത് ഉമറിന് ശേഷം ആരാണ്? ഹദ്രത്ത് ആയിഷ പറയുന്നു, ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ്. അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരാണ്? നിവേദകൻ പറയുന്നു, തുടർന്ന് ഹദ്രത്ത് ആയിഷ മൗനം അവലംബിച്ചു. സീറത്ത് ഖാത്തമുൻ നബിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഹദ്രത്ത് ആയിഷയുടെ വീക്ഷണത്തിൽ അബൂ ഉബൈദയ്ക്ക് വലിയ നിലയും വിലയും ഉണ്ടായിരുന്നു. അവർ പറയുന്നു, ഹദ്രത്ത് ഉമറിന്റെ വഫാത്തിന്റെ സമയത്ത് അബൂ ഉബൈദ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം തന്നെ ഖലീഫയാകുമായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ഉമർ തന്റെ വഫാത്ത് വേളയിൽ പറഞ്ഞു, ഇന്ന് ഹദ്രത്ത് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയായി നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു. എന്റെ റബ്ബ് അതേക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ, അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും, ഞാൻ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ ഈ ഉമ്മത്തിലെ അമീൻ വിശ്വസ്തനാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പിൻഗാമിയായി നിശ്ചയിച്ചത്. ഹദ്രത്ത് അബൂ ഉബൈദ സത്യവിശ്വാസം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹബ്ശ ഹിജ്റത്തിൽ ഭാഗവാക്കായിരുന്നു. ഹദ്രത്ത് അബൂ ഉബൈദ മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖാരവിന്ദം അദ്ദേഹത്തെ കണ്ടതിൽ പ്രസന്നമായി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അദ്ദേഹം അത് കുൽസും ബിൻ ഹദമിന്റെ വീട്ടിലാണ് താങ്ങിയത്. ഇത് ഉമ്മു കുൽസും അല്ല, ഹദ്രത്ത് കുൽസും ബിൻ ഹദമിന്റെ വസതിയിലാണ് താമസിച്ചത്. ഹദ്രത്ത് അബൂ ഉബൈദയുടെ സാഹോദര്യ ബന്ധമുണ്ടാക്കിയത് സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ ഉണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉബൈദയെ ഹദ്രത്ത് ഹുസൈഫയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമ ഹദ്രത്ത് സാലിമുമായിട്ടാണ് സാഹോദര്യ ബന്ധത്തിലാക്കിയത്. മറ്റ് ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഹദ്രത്ത് സാദ് ബിൻ മുആസുമായിട്ടാണ് സാഹോദര്യ ബന്ധത്തിലാക്കിയത്. ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ബദർ
ഉഹദ് തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബദർ യുദ്ധാവസരത്തിൽ ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ പ്രായം 41 വയസ്സായിരുന്നു. ബദർ യുദ്ധ ദിവസം ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് രണ്ടാങ്കണത്തിൽ എത്തി. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുള്ള നിഷേധികളുടെ അഥവാ കുഫാരികളുടെ ഭാഗത്ത് നിന്ന് മൈതാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിതാവും പുത്രനും നേർക്കുനേർ വന്നു. അദ്ദേഹം യുദ്ധവേളയിൽ മകനെ കുരുമാനമാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഹദ്റത്ത് അബൂ ഉബൈദ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ച് ഒരു ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരുന്നു. പക്ഷേ പിതാവ് വിടാൻ തയ്യാറില്ലായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വധിക്കാനാണ് പിതാവ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിനും അത് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം പിതാവിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അദ്ദേഹത്തെ വധിക്കാതിരിക്കാനും സ്വയം അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ശ്രമിച്ചത്. എന്നാൽ പിതാവ് തന്നെ വിടാതെ പിടികൂടിയിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ഹദ്റത്ത് അബൂ ഉബൈദയ്ക്ക് കുടുംബബന്ധത്തെക്കാളും തൗഹീദിനോടുള്ള ആവേശം പ്രോജ്വലമായി. പിന്നെ കുടുംബബന്ധം ഒന്നുമല്ലാതായി തീർന്നു. അദ്ദേഹം പിതാവ് ഉറച്ച ലക്ഷ്യത്തോടെ തന്നെ വധിക്കാൻ വന്നിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ, താൻ തൗഹീദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ വധിക്കുന്നു എന്നായപ്പോൾ തൗഹീദിനുള്ള ആവേശം കുടുംബബന്ധത്തെ അതിജയിച്ചു. അങ്ങനെ അബ്ദുള്ള തന്റെ തന്നെ മകൻ, അതായത് പിതാവ് അബ്ദുള്ള പിന്നിൽ നിന്ന് ഒഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ മകൻ അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ കൈയാൽ തന്നെ വധിക്കപ്പെട്ടു. അതായത് അവസാനം അദ്ദേഹത്തിന് അയാളെ നിർബന്ധാവസ്ഥയിൽ വധിക്കേണ്ടി വന്നു. ഉഹദ് യുദ്ധ ദിവസം അബ്ദുല്ല ബിൻ കമിഅ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് ശക്തമായി കല്ലെറിഞ്ഞു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖാരവിന്ദത്തിൽ മുറിവ് പറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ ദന്തങ്ങൾ ഷഹീദാക്കപ്പെട്ടു. അപ്പോൾ അയാൾ താൻ ഇബ്നു കമിയ ആണെന്ന് വിളിച്ചു പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖകമലത്തിൽ നിന്ന് ചോര തുറച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിന്നെ എളിമയിലാക്കട്ടെ. നിവേദകൻ പറയുന്നു, അള്ളാഹു ആ മലയിൽ അയാൾക്കെതിരിൽ ഒരു ആടിനെ നിയോഗിച്ചു. അത് തുടർച്ചയായി കൊമ്പുകൊണ്ട് അയാളെ കുത്തിക്കൊന്നു. എത്രത്തോളം എന്നാൽ അയാളെ തുണ്ടം തുണ്ടമാക്കി. ഈ സംഭവത്തെപ്പറ്റി ഹദ്റത്ത് ആയിഷ നിവേദനം ചെയ്യുന്നു. ഹദ്റത്ത് അബൂബക്കർ വിവരിക്കുന്നു, ഉഹദ് യുദ്ധ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് കല്ലെറിയപ്പെട്ടു. അത് ശക്തമായി കൊള്ളുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇരുമ്പ് കവചത്തിന്റെ 2 ഭാഗങ്ങൾ മുറിഞ്ഞ് വളയം പൊട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് പതിഞ്ഞു പോവുകയും ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരാൾ വളരെ ശീഘ്രഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടു. അയാൾ പറന്നു വരുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, അയാളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഞങ്ങൾക്കും സന്തോഷത്തിന് നിദാനമാക്കണമേ. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയപ്പോൾ അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നെ മുൻകടന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അബൂബക്കർ, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി താങ്കളോട് പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖത്തു നിന്ന് ആ കവച കഷ്ണങ്ങൾ പുറത്തെടുക്കാൻ എന്നെ അനുവദിച്ചാലും, അതായത് ഇരുമ്പ് കവചത്തിന്റെ കഷ്ണം താടിയല്ലിൽ അമർന്നു പോയത് മാറ്റാൻ എന്നെ അനുവദിക്കുക. ഹദ്റത്ത് അബൂബക്കർ പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് ചെയ്യാൻ സമ്മതം കൊടുത്തു. അങ്ങനെ ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് കവചത്തിന്റെ 2 ഭാഗങ്ങളിൽ ഒന്നിനെ തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും ശക്തമായി വലിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. ആ വലിയുടെ ശക്തിയിൽ ഹദ്റത്ത് അബൂ ഉബൈദ നിലത്ത് വീണുപോവുകയുണ്ടായി. അതായത് അത് അത്രയും ശക്തമായി വലിച്ച് അമർന്നു പോയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ മുന്നിലെ ഒരു പല്ല് പൊട്ടിപ്പോയി.
തുടർന്ന് അദ്ദേഹം വളയത്തിന്റെ മറുഭാഗവും തന്റെ പല്ലുകൊണ്ട് കടിച്ച് ശക്തമായി വലിച്ചു പുറത്തെടുത്തു. അങ്ങനെ ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിയുടെ രണ്ടാമത്തെ പല്ലും പൊട്ടിപ്പോയി. ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ഉഹദ് യുദ്ധത്തിൽ ജനങ്ങൾ ചിന്നിച്ചെതിറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉറച്ചു നിന്ന സഹാബാക്കളിൽ ഉൾപ്പെടുന്നു. ഹിജറ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ ഹുദൈബിയ സന്ധിയിൽ ഉടമ്പടി തയ്യാറായപ്പോൾ അതിന്റെ 2 പകർപ്പുകൾ തയ്യാറാക്കപ്പെട്ടു. സാക്ഷികളായി അതിൽ 2 പക്ഷത്തു നിന്നും നിരവധി ബഹുമാനിതരായ ആളുകൾ ഒപ്പുവച്ചിരുന്നു. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒപ്പുവെച്ചവരിൽ ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് ഉസ്മാൻ, ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹദ്രത്ത് സഅദ് ബിൻ അബി വഖാസ്, ഹദ്രത്ത് ഉബൈദ ബിൻ ജറാഹ് എന്നിവർ ഉൾപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിനെ നിരവധി സറായയിൽ, അതായത് സരിയ എന്നതിന്റെ ബഹുജനമാണ് സറായ, യുദ്ധങ്ങളിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവ എക്സ്പെഡിഷൻസ് ആകുന്നു. അതിൽ അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. സുൽ ഖസ്സയിലേക്കുള്ള സൈനിക നീക്കം. ഈ സൈന്യത്തെ ഹിജ്റ 7-ൽ റബീഉൽ ആഖിർ മാസത്തിലാണ് അയച്ചത്. ഇത് സംബന്ധിച്ച് ഹദ്രത്ത് സാഹിബ് ബഷീർ അഹമ്മദ് സാഹിബ് എം.എ. തന്റെ സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, റബീഉൽ ആഖിർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ അൻസാരിയെ സുൽ ഖസ്സയിലേക്ക് അയച്ചു. ഈ സ്ഥലം മദീനയിൽ നിന്ന് 20 മൈൽ അകലെയാണ്. അന്ന് ഈ സ്ഥലത്ത് ബനു സാലബയാണ് വസിച്ചിട്ടുണ്ടായിരുന്നത്. ഹദ്രത്ത് മുഹമ്മദ് ബിനു മസ്ലമയും അദ്ദേഹത്തിന്റെ 10 സുഹൃത്തുക്കളും രാത്രിയിലാണ് അവിടെ എത്തിയത്. അപ്പോൾ അവിടെ ആ ഗോത്രത്തിലെ 100 യുവാക്കൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത് കണ്ടു. സഹാബാക്കളുടെ സംഘത്തെ അപേക്ഷിച്ച് ഈ സംഘം 10 ഇരട്ടി അധികമായിരുന്നു. ഹദ്രത്ത് മുഹമ്മദ് ബിനു മസ്ലമ ഉടൻ തന്നെ ആ സൈന്യത്തിന് മുന്നിൽ അണിനിരന്നു. യുദ്ധത്തിനുള്ള ഉദ്ദേശത്തിലാണ് പോയതെങ്കിൽ ഇത്ര കുറച്ച് ആളുകളുമായി പോകില്ലായിരുന്നു. രാത്രി ഇരുപക്ഷത്തിനുമിടയിൽ നല്ലപോലെ അമ്പെയ്ത്ത് നടന്നു. അങ്ങനെ മുഷ്ടിയിൽ ഒതുങ്ങുന്ന അത്രയും സഹാബാക്കളെ കുഫാർ പരാജിതരാക്കി. അവർ വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിന്റെ ഈ സമർത്ഥരായ 10 പേര് നിമിഷ നേരം കൊണ്ട് നിലംപൊത്തി, അതായത് ഷഹീദാക്കപ്പെട്ടു. ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയുടെ എല്ലാ സുഹൃത്തുക്കളും ഷഹീദാക്കപ്പെട്ടു. പക്ഷെ ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ രക്ഷപ്പെട്ടു. കാരണം ശത്രുക്കൾ മറ്റുള്ളവരെ പോലെ അദ്ദേഹവും മരിച്ചു കിടക്കുന്നതാണെന്ന് കരുതി ഒഴിവാക്കി പോയതാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രവും മറ്റും അഴിച്ചുകൊണ്ടുപോയി. ഒരുപക്ഷെ ഹദ്രത്ത് മുഹമ്മദ് ബിൻ മുസ്ലമയും അവിടെ തന്നെ കിടന്ന് മരണപ്പെടുമായിരുന്നു. എന്നാൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, ഒരു മുസൽമാൻ ആ വഴിക്ക് പോവുകയുണ്ടായി. അദ്ദേഹം ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ തിരിച്ചറിയുകയും അദ്ദേഹത്തെ കൊണ്ട് മദീനയിലെത്തിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദ്ദേഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിക്കാരനും മുതിർന്ന സഹാബിയുമായ ഹദ്രത്ത് ഉബൈദ ബിൻ ജറാഹിനെ ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയുടെ പ്രതികാരം ചോദിക്കാൻ ദുൽ ഖസ്സയിലേക്ക് അയച്ചു. അതിനിടയിൽ ബനു സാലബ ഗോത്രം മദീനയുടെ ഗ്രാമീണ മേഖലയിൽ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി അറിയാനിടയായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ നേതൃത്വത്തിൽ 40 കർമ്മസന്നദ്ധരായ സഹാബാക്കളെ അവിടേക്ക് അയക്കാൻ ഉത്തരവിട്ടു. രാത്രി തന്നെ യാത്ര പുറപ്പെട്ട് അവിടെ എത്താനായിരുന്നു കൽപ്പന. ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് നിർദ്ദേശാനുസരണം യുദ്ധധ്വനി ഉയർത്തി. കൃത്യസമയം സുബഹ് നമസ്കാര സമയത്ത് അവരെ കണ്ടുപൊട്ടി. അവർ അപ്രതീക്ഷിതമായ യുദ്ധം കാരണം കുറച്ചൊക്കെ ചെറുത്തു നിന്ന് തിരിച്ചോടിപ്പോയി. അടുത്തുള്ള പൊന്തക്കാടുകളിൽ ഒളിച്ചു. ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് സാമ്രാജ്യ സ്വത്തുക്കൾ കൈയടക്കി മദീനയിൽ തിരിച്ചെത്തി. വാസ്തവത്തിൽ അന്യായത്തിന്, അതിക്രമത്തിന് പകരം ചോദിക്കാനാണ് അല്ലെങ്കിൽ ശിക്ഷ നൽകാനാണ് ഈ യുദ്ധം ചെയ്തത്. മറ്റു യുദ്ധം സാത്തു സലാസിൽ എന്നറിയപ്പെടുന്നു. ഇതിനെ സാത്തു സലാസിൽ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്.
ശത്രുക്കൾ ഒന്നുചേർന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്നതിനു വേണ്ടി അവർ പരസ്പരം ചങ്ങലയിൽ ബന്ധിതരായി. അങ്ങനെ ഒരു അണിയായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആയിരുന്നു അത്. അല്ലെങ്കിൽ അണികൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് പോരാടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. മറ്റൊരു കാരണം കാണപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന അരുവിയുടെ പേര് അസ്സലാസിൽ എന്നായിരുന്നു. ചിലരുടെ വീക്ഷണത്തിൽ ഹിജറ 8-ാം വർഷത്തിന് ബനു ഖലാ ഗോത്രം വേറൊരു നിവേദനത്തിലെ 7-ൽ ബനു ഖലാ ഗോത്രം മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അംർ ബിൻ ആസിനെ 300 മുഹാജിർ അൻസാർ സഹാബാക്കളോടൊപ്പം അവരെ പരാജയപ്പെടുത്താൻ അയക്കുകയുണ്ടായി. അവരോടൊപ്പം 30 കുതിരകളും ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തേക്ക് മദീനയിൽ നിന്ന് 10 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. ഹദ്റത്ത് അംർ ബിൻ ആസ് ബനു ഖലാ എന്ന സ്ഥലത്ത് എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം അയച്ചു. അതായത് ശത്രുക്കളുടെ എണ്ണം അധികമാണ്, അതുകൊണ്ട് കൂടുതൽ സൈന്യത്തെ അയച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം കിട്ടിയ ഉടൻ തന്നെ മുഹാജിറുകളുടെയും അൻസാരികളുടെയും 2 സംഘത്തെ ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ജറാഹിന്റെ നേതൃത്വത്തിൽ സഹായത്തിനു വേണ്ടി അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അംറിന്റെ കൂട്ടത്തിൽ ചേരണം, ഭിന്നിക്കരുത്. എന്ത് തീരുമാനവും ഒന്നിച്ചേർന്നെടുക്കേണ്ടതാണ്. അങ്ങനെ ഈ സൈന്യം ഹദ്റത്ത് അംർ ബിൻ ആസിന്റെ സൈന്യത്തെ കണ്ടുമുട്ടി. പിന്നെ നേതൃത്വത്തെക്കുറിച്ച് പ്രശ്നമുദിച്ചു. ഹദ്റത്ത് അബൂ ഉബൈദ തന്റെ സ്ഥാനമനുസരിച്ച് നേതൃത്വത്തിന് യോഗ്യനായിരുന്നു. എന്നാൽ ഹദ്റത്ത് അംർ ബിൻ ആസ് ഞാനാണ് മുഴുവൻ സൈന്യത്തെയും നയിക്കുക എന്ന് ശഠിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഹദ്റത്ത് അബൂ ഉബൈദ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് നേതൃത്വം അംഗീകരിക്കുകയുണ്ടായി. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ അദ്ദേഹത്തിന് കീഴിൽ വളരെ ധീരതയോടെ ശത്രുക്കളിൽ പൊരുതുകയും അങ്ങനെ ശത്രുക്കൾ പരാജിതരാകുകയും ചെയ്തു. വിജയത്തിന് ശേഷം അവർ മദീനയിൽ തിരിച്ചെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണത്തിന്റെ അവസ്ഥ, ഹദ്റത്ത് അബൂ ഉബൈദയുടെ അനുസരണത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ പറഞ്ഞു, റഹ്മത്തുല്ലാഹു അബാ ഉബൈദ, അതായത് അള്ളാഹു അബൂ ഉബൈദയുടെ കാരണം കാണിക്കുമാറാകട്ടെ. അദ്ദേഹം അനുസരണത്തിന്റെ ഈ നിലവാരം സ്ഥാപിച്ചിരിക്കുന്നു. മറ്റൊരു യുദ്ധം സൈഫുൽ ബഹർ ആകുന്നു. ഈ യുദ്ധങ്ങളിൽ സൈന്യങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നില്ല. അതാണ് സരിയ എന്നറിയപ്പെടുന്നത്. ഈ സൈനിക വ്യൂഹം ഹിജറ 8-ാം വർഷം സമുദ്ര തീരത്തൂടെ പുറപ്പെട്ടു. അവിടെ ബനു ജഹീനയുടെ ഒരു ഗോത്രം വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം ജയ്ഷുൽ ഖബ്ത് എന്നും അറിയപ്പെടുന്നു. അതിന് കാരണമായി പറയുന്നത് ആഹാര സാധനങ്ങൾ കുറഞ്ഞത് കാരണം സഹാബാക്കൾ വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ നിർബന്ധിതരായി തീർന്നു. അത് ഖബ്ത് എന്നറിയപ്പെടുന്നു. ഖബ്ത് എന്നതിന്റെ മറ്റൊരർത്ഥം ഇല പൊഴിയുക എന്നുമുണ്ട്. ഈ യുദ്ധത്തെ സംബന്ധിച്ച് സഹി ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെ വിവരിക്കുന്നു, ഹദ്റത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞയക്കുകയുണ്ടായി. ഞങ്ങൾ 300 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ അമീർ ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആയിരുന്നു. ഞങ്ങൾ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ നിരീക്ഷിക്കാനിരുന്നു. ഖുറൈശി സംഘവുമായി യുദ്ധത്തിനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. സമുദ്രതീരത്ത് ഞങ്ങൾ അരമാസത്തോളം കഴിച്ചുകൂട്ടി. ഞങ്ങൾക്കാണെങ്കിൽ നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ ഞങ്ങൾ ഇലകൾ ഭക്ഷിക്കാൻ നിർബന്ധിതരായിരുന്നു. ചില സന്ദർഭങ്ങളിൽ സൈനിക നീക്കം യുദ്ധത്തിനായിരുന്നില്ല, മറിച്ച് മറ്റ് ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ യുദ്ധങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 നിലയ്ക്കും ഇത് സരിയ എന്നറിയപ്പെടുന്നു. ഇതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗവാക്കായിരുന്നില്ല. ഏതായിരുന്നാലും പറയുന്നു, ഞങ്ങൾക്ക് ഇലകളും ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈനിക നീക്കത്തെ ജയ്ഷുൽ ഖബ്ത് എന്ന് പറയുന്നു. ഇതിനിടയിൽ സമുദ്രം ഞങ്ങൾക്ക് വേണ്ടി അംബർ എന്നൊരു സമുദ്രജീവി ഇട്ടുതന്നു.
അതായത് ചത്ത ഒരു സമുദ്രജീവിയെ സമുദ്രം പുറന്തള്ളി. അതായത് അത് തനിയെ പുറത്തെത്തി. അതിന് കരയിൽ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ചാവുകയുണ്ടായി. ഏതായിരുന്നാലും പറയുന്നു, സമുദ്രത്തിൽ നിന്ന് ഒരു ജീവി വന്നു. അത് മത്സ്യം തന്നെയായിരുന്നു, വളരെ വലിയ മത്സ്യമായിരുന്നു. ഞങ്ങൾ പകുതി മാസത്തോളം അതിന്റെ ഇറച്ചി മാത്രമാണ് ഭക്ഷിച്ചത്. അതിന്റെ കൊഴുപ്പ് ശരീരത്തിൽ തേച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ശരീരം വീണ്ടും പഴയതുപോലെ ഊർജ്ജസ്വലമായി. ഹദ്റത്ത് അബൂ ഉബൈദ അതിന്റെ വാരിയലിൽ നിന്ന് ഒരു എല്ലെടുത്തു, അത് നിവർത്തി വെച്ചു. കൂട്ടത്തിലെ ഉയരമുള്ള വ്യക്തിയെ വിളിച്ചു. ഒരിക്കൽ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ നിവേദനത്തിൽ ഇങ്ങനെ പറയുന്നു, അദ്ദേഹം വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് നിവർത്തിപ്പിടിച്ചു. പിന്നെ ഒരാളെ ഒട്ടകപ്പുറത്തേറി അതിനടിയിലൂടെ കടത്തിവിട്ടു. ഹദ്റത്ത് ജാബിർ പറയുന്നു, സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ 3 ദിവസം 3 ഒട്ടകങ്ങളെ അറുത്തു ഭക്ഷണത്തിനു വേണ്ടി. ഹദ്റത്ത് അബൂ ഉബൈദ പിന്നീട് അത് വിലക്കുകയുണ്ടായി. അമർ ബിൻ ദിനാർ പറയുന്നു, അബൂ സാലിഹ് ഖ്വാൻ ഞങ്ങളോട് പറഞ്ഞു, ഖൈസ് ബിൻ സാദ് തന്റെ പിതാവിനോട് പറഞ്ഞു, ഞാനും ആ സൈന്യത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഒട്ടകത്ത് അറക്കുക. ഞാൻ ഒട്ടകത്ത് അറുത്തു. പറയുന്നു, ഞങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഒട്ടകത്ത് അറക്കുക. ഞാൻ ഒട്ടകത്ത് അറുത്തു. വീണ്ടും വിശക്കാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഒട്ടകത്ത് അറക്കുക. ഒട്ടകം യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോയതായിരുന്നു. അതിനു പുറത്ത് സാധനങ്ങളും ഉണ്ടായിരുന്നിരിക്കും. ഞങ്ങൾക്ക് അവയെ തന്നെ അറുത്ത് ഭക്ഷിക്കേണ്ടതായി വന്നു. പറയുന്നു, ഞാൻ ഒട്ടകത്തെ അറുത്തു. ഖൈസ് പറയുന്നു, വീണ്ടും വിശക്കാൻ തുടങ്ങി. ഹദ്റത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഒട്ടകത്തെ അറക്കുക. പിന്നെ അദ്ദേഹം അത് വിലക്കുകയുണ്ടായി. അതായത് ഇനി ഒട്ടകത്തെ അറക്കരുത്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, ജയ്ഷുൽ ഖബ്തിനോടൊപ്പം ഞങ്ങൾ അടരാടാൻ പുറപ്പെട്ടു. ഹദ്റത്ത് അബൂ ഉബൈദയെ നേതാവായി നിശ്ചയിച്ചിരുന്നു. ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങി. സമുദ്രം ഒരു മത്സ്യത്തെ കരയിലേക്ക് ഇട്ടു തന്നു. അത് ജീവനുള്ളതായിരുന്നില്ല, മറിച്ച് ചത്തതായിരുന്നു. ഞങ്ങൾ അത്തരം മത്സ്യത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ മത്സ്യമായിരുന്നു. അതിന്റെ രൂപം പറയുന്നത് അനുസരിച്ച് അത് തിമിംഗലമായിരിക്കും. ഏതായാലും അത് അമ്പർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങളതിന്റെ മാംസം പകുതി മാസത്തോളം ഭക്ഷിച്ചു. പിന്നെ ഹദ്റത്ത് അബൂ ഉബൈദ അതിന്റെ എല്ലുകളിൽ ഒന്നെടുത്ത് പിടിച്ചു. ഒരാൾക്ക് അതിനടിയിലൂടെ പോകാൻ കഴിയുമായിരുന്നു. ഇബ്നു ജരീർ പറയുന്നു, അബൂ സുബൈർ എന്നോട് പറഞ്ഞു, അതായത് അദ്ദേഹം ഹദ്റത്ത് ജാബിറിൽ നിന്ന് കേട്ടതാണ്. ഹദ്റത്ത് അബൂ ഉബൈദ പറയുന്നു, നിങ്ങൾ ഈ മത്സ്യം ഭക്ഷിക്കുക. ഇത് ചത്തതാണെങ്കിലും ഭക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല. ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ചത്ത ഒരു മത്സ്യത്തെ കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ അത് തിന്നുകൊണ്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് ഭക്ഷണം തന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. അള്ളാഹു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ കഴിച്ചതിൽ ഒരു കുഴപ്പവുമില്ല. ഇനിയും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്കും ഭക്ഷിക്കാൻ തരിക, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അവരിൽ ഒരാൾ അതിൽ നിന്ന് ഒരു പങ്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിച്ചു. അതിന്റെ ബാക്കി വന്ന മാംസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുകയുണ്ടായി. ഹദ്റത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുല്ലാഹ് ഷാ സാബ് തന്റെ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ സൈഫുൽ ബഹർ എന്ന ഈ സൈനിക നീക്കത്തെ പറ്റി എഴുതുന്നു. സൈഫുൽ ബഹർ ഖബ്ത് എന്നും പറയപ്പെടുന്നു. ഈ പറയപ്പെടുന്ന സൈനിക നീക്കം യുദ്ധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല, മറിച്ച് ഈ സൈനിക നീക്കത്തിൽ നിയോഗിക്കപ്പെട്ടവർ കച്ചവട സംഘത്തെ സംരക്ഷിക്കാനാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഈ സൈന്യത്തിൽ ഇബ്നു സഅദിന്റെ അഭിപ്രായത്തിൽ 300 മുഹാജിരികളും അൻസാരികളും ഉണ്ടായിരുന്നു. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ഇതിന്റെ അമീറായിരുന്നു. ഇത് സീഫുൽ ബഹർ സൈനിക നീക്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൈനിക നീക്കം നടത്തുന്ന വഴിയിൽ അടുത്തു തന്നെ കുൽസും ഉൾക്കടലിന്റെ തീരത്ത് സംരക്ഷണ തമ്പ് സ്ഥാപിക്കുകയുണ്ടായി.
അതായത് വിവിധ സംഘങ്ങൾ സഞ്ചരിച്ചിരുന്ന കുൽസും ഉൾക്കടലിന്റെ തീരത്ത് സംരക്ഷണാർത്ഥം ഒരു ക്യാമ്പ് സ്ഥാപിച്ചു. അതുകൊണ്ടാണ് അത് സീഫുൽ ബഹർ എന്നറിയപ്പെടുന്നത്. ഈ സൈന്യത്തെ അയച്ചതിന്റെ ഉദ്ദേശം സംരക്ഷണാർത്ഥം ഒരു ക്യാമ്പ് സ്ഥാപിക്കുക എന്നതായിരുന്നു. ആരെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് തുറന്നു പറയുന്നതാണ്. സീഫ് എന്നാൽ കടൽ തീരം എന്നാണ് അർത്ഥം. ഇബ്നു സഅദ് സരിയത്തുൽ ഖബ്ത് എന്ന തലയങ്കത്തിൽ അതേക്കുറിച്ച് ചുരുക്കി വിവരിക്കുന്നുണ്ട്. ഖബ്ത് എന്നാൽ വൃക്ഷത്തിന്റെ ഇല എന്നാണ് അർത്ഥം. പാഥേയം അതായത് യാത്രയ്ക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കഴിഞ്ഞപ്പോൾ സൈനികർക്ക് വൃക്ഷത്തിന്റെ ഇലകൾ ഭക്ഷിക്കേണ്ടതായി വന്നു. ഇബ്നു സഅദ് ഹിജ്റ 8 ഈ സൈനിക നീക്കം എന്ന് പറയുന്നു. ഇത് ഹുദന കാലത്ത് ഹുദൈബിയ സന്ധിയുടെ അവസരത്തിലായിരുന്നു. തിരുവനന്തപുരം ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ സംരക്ഷണം മുൻനിർത്തി മേൽപ്പറഞ്ഞ സംരക്ഷണ സേനയെ സീഫുൽ ബഹർ എന്ന സ്ഥലത്തേക്ക് അയച്ചു. ഈ സ്ഥാപിച്ച സൈനിക ക്യാമ്പ് സംരക്ഷണ സേന എന്ന നിലയിലായിരുന്നു. സിറിയയിൽ നിന്ന് വരുന്ന ഖുറൈശി സംഘവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കിയായിരുന്നു ഉദ്ദേശം. സിറിയയിൽ നിന്ന് കച്ചവട സംഘം വരുന്നുണ്ടായിരുന്നു. അവർ ഉപദ്രവിക്കപ്പെടാൻ ഇടവരരുത്. അങ്ങനെ ഖുറൈശികൾക്ക് ഹുദൈബിയ സന്ധി ലംഘിക്കാനുള്ള ഒരു അവസരം ലഭിക്കരുത്. ഹുദൈബിയ സന്ധി നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആരെങ്കിലും അവരുടെ സംഘത്തെ എതിർക്കുകയാണെങ്കിലും മുസ്ലിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നും അത് കാരണം ഹുദൈബിയ സന്ധി അവസാനിച്ചു എന്ന് പറയാൻ ഖുറൈശികൾക്ക് അവസരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു അഴിവഴിവും കിട്ടാതിരിക്കുന്നതിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവിടേക്ക് അയച്ച് ഖുറൈശികളുടെ സംഘത്തെ സംരക്ഷിക്കാൻ ക്യാമ്പ് സ്ഥാപിച്ചത്. എഴുതുന്നു, ഇബ്നു സഅദിന്റെ അഭിപ്രായത്തിൽ ഈ സ്ഥലത്തേക്ക് മദീനയിൽ നിന്ന് 5 ദിവസത്തെ യാത്ര ദൂരം ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ സംഘം യുദ്ധത്തിനുള്ളത് അല്ലായിരുന്നു, മറിച്ച് കാഫിറുകൾ സംരക്ഷിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം സ്ഥാപിക്കാൻ ശത്രുക്കളെയും സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയാണ്. ഉടമ്പടി ചെയ്യപ്പെട്ടിരുന്നു. ഉടമ്പടി ലംഘിക്കാൻ കുഫാരിങ്ങൾക്ക് യാതൊരു ഒഴികഴിവും കിട്ടാതിരിക്കാനാണ് ചെയ്തത്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വിധിയും നടപ്പിൽ വരേണ്ടതായിരുന്നു. ഉടമ്പടി ലംഘിക്കപ്പെട്ടു. കാഫിറുകൾ ഉടമ്പടി ലംഘിച്ചു. അത് പിന്നീട് മക്ക വിജയത്തിലാണ് കലാശിച്ചത്. ഹദറത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, മക്ക വിജയ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മക്കയിൽ പ്രവേശിച്ചു. ഹദറത്ത് സുബൈറിനെ സൈന്യത്തിന്റെ ഒരു വശത്തും ഹദറത്ത് ഖാലിദ് ബിൻ വലീദിനെ സൈന്യത്തിന്റെ മറുവശത്തും നിയമിച്ചു. ഹദറത്ത് അബൂ ഉബൈദയെ കാൽനടക്കാരുടെയും താഴ്വരയുടെ അടിവാരത്തിന്റെയും നേതാവ് നിശ്ചയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈൻകാരുമായി യുദ്ധക്കാര്യത്തിന്റെ കാര്യത്തിൽ സുൽഹ് അഥവാ രഞ്ജിപ്പിൽ സംഭവിച്ചു. അവരുടെ മേൽനോട്ടക്കാരനായി ഹദറത്ത് അലാ ബിൻ ഹദറമിയെ അമീറായി നിയോഗിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്ത് അബൂ ഉബൈദയെ അവിടെ യുദ്ധക്കരം പിരിക്കാൻ പറഞ്ഞയക്കുകയുണ്ടായി. ഹദറത്ത് അബൂ ഉബൈദ യുദ്ധക്കരവുമായി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയത് ജനങ്ങൾ അറിയാനിടയായി. എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ ഫജ്ർ നമസ്കാരം അനുഷ്ഠിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച ശേഷം തിരിഞ്ഞു നോക്കി അവരെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ഉബൈദ എന്തോ കൊണ്ടുവന്നതായി നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ജനങ്ങൾ പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വരാൻ പ്രതീക്ഷയർപ്പിക്കുക. നിങ്ങൾ നിസ്സഹായാവസ്ഥയിലാകുമെന്നല്ല ആശങ്കപ്പെടുന്നത്, മറിച്ച് ഭൗതിക ലോകം നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുകയും പിന്നെ നിങ്ങൾ അത്യാഗ്രഹത്തിൽ മത്സരിക്കുകയും ചെയ്യുമോ എന്നാണ് എനിക്ക് ആശങ്ക. ഭൗതികതയിൽ അകപ്പെടുന്തോറും ഭൗതിക സൗകര്യങ്ങൾ ലഭിക്കുന്തോറും നിങ്ങൾ അത്യാഗ്രഹത്തിൽ അകപ്പെടുകയും അത് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ പട്ടിലാകുമെന്നല്ല എനിക്ക് ആശങ്ക, മറിച്ച് ഭൗതികതയിൽ അകപ്പെട്ട് അത്യാഗ്രഹത്തിൽ നിങ്ങൾ സ്വയം നശിപ്പിക്കപ്പെട്ടു പോകുമോ എന്നാണ് എനിക്ക് ഭയം. ചുരുക്കത്തിൽ ഇതൊരു മുന്നറിയിപ്പാകുന്നു. ഇതെല്ലാവരും മുന്നിൽ വെക്കേണ്ട ഉപദേശമാണ്. ഇത് പരിഗണിക്കാത്തത് കാരണം മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന്റെ കയ്യിൽ പൈസ വരുന്നുണ്ടെങ്കിലും അത്യാഗ്രഹത്തിൽ അവരുടെ നേതാക്കന്മാർ മുൻപന്തിയിലാണ്. അവരുടെ ഭൗതിക അത്യാഗ്രഹം കണക്കില്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നുവെങ്കിലും ഭൗതിക സമ്പത്തിലും മേന്മയ്ക്കുമാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ആയതിനാൽ നമുക്കും ഈ നിലയ്ക്ക് എപ്പോഴും നമ്മുടെ അവസ്ഥകൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനമനുസരിച്ച് സമ്പത്ത് വരുന്നതാണ്. എന്നാൽ ഈ സമ്പത്ത് കാരണം നാം നമ്മുടെ ദീനിനെ വിസ്മരിക്കാൻ പാടില്ല. ഹിജ്റ 10 ഹദറത്ത് അബൂ ഉബൈദയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്തിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ പടമുള്ളത് വേണമോ
അതല്ല പടവില്ലാത്തതായിരിക്കണമോ എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. ഹസ്രത്ത് അബ്ബാസ് ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ അടുക്കിലേക്കും ഹസ്രത്ത് അബൂ തൽഹയുടെ അടുക്കിലേക്കും ഓരോരുത്തരെ പറഞ്ഞയച്ചു. ആദ്യം തിരിച്ചുവന്ന് പറയുന്ന ആളുടെ അഭിപ്രായ പ്രകാരം ഖബർ തയ്യാറാക്കാമെന്ന് തീരുമാനിച്ചു. ഹസ്രത്ത് അബൂ ഉബൈദ മക്കക്കാരുടെ സമ്പ്രദായം അനുസരിച്ച് പടവില്ലാത്ത ഖബറാണ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അബൂ തൽഹ മദീനക്കാരെ നിരീക്ഷിച്ച് പടവുള്ള ഖബറാണ് തയ്യാറാക്കിയിരുന്നത്. ഹസ്രത്ത് അബൂ തൽഹയുടെ അടുത്തേക്ക് വിട്ട ആൾ ഹസ്രത്ത് അബൂ തൽഹയെ കണ്ടെങ്കിലും ഹസ്രത്ത് അബൂ ഉബൈദയുടെ അടുക്കലേക്ക് വിട്ട ആൾക്ക് ഹസ്രത്ത് അബൂ ഉബൈദയെ കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് അബൂ തൽഹ വരികയും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടവുള്ള ഖബർ തയ്യാറാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടൻ തന്നെ ഖിലാഫത്തിനെ സംബന്ധിച്ച് അൻസാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ ഭിന്നതയുണ്ടായി. ഇതേക്കുറിച്ച് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെയും ഒരു സഹാബിയുടെ അനുസ്മരണത്തിൽ വിവരിച്ചതാണ്. എങ്കിലും ഇവിടെ ഹസ്രത്ത് അബൂ ഉബൈദയുടെ അനുസ്മരണത്തിലും വിവരിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ തുടർന്ന് അൻസാറുകൾ ഹസ്രത്ത് സഅദ് ബിൻ ഉബാദയുടെ വസതിയിൽ ഒരുമിച്ചുകൂടി. അദ്ദേഹം പറഞ്ഞു, ഒരു അമീർ ഞങ്ങളിൽ നിന്നും ഒരു അമീർ നിങ്ങൾ മുഹാജിരിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കും. അവരുടെ അടുത്തേക്ക് ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹും പോയി. ഹസ്രത്ത് ഉമർ എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തെ തടഞ്ഞു. ഹസ്രത്ത് ഉമർ പറയുന്നു, ആ സമയത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഒരു പ്രസംഗം തയ്യാറാക്കിയിരുന്നു. അതെനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമായിരുന്നു. ഹസ്രത്ത് അബൂബക്കറിന് അങ്ങനെ പറയാൻ കഴിയില്ലെന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ വളരെ മനോഹരമായി ഉഗ്രൻ പ്രസംഗം നടത്തി. അത് മറ്റെല്ലാ പ്രസംഗങ്ങളെക്കാളും മികച്ചതായിരുന്നു. ആ പ്രസംഗത്തിൽ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഞങ്ങൾ അതായത് മുഹാജിരിങ്ങൾ അമീർ അഥവാ നേതാക്കന്മാരാകുന്നു, നിങ്ങൾ അതായത് അൻസാരിങ്ങൾ മന്ത്രിമാരാകുന്നു. അപ്പോൾ ഹസ്രത്ത് ഹബ്ബാബ് ബിൻ മുൻസർ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഒരു നേതാവ് നിങ്ങളിൽ നിന്നും ഒരു നേതാവ് ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, അല്ല, ഞങ്ങൾ നേതാക്കന്മാരും നിങ്ങൾ മന്ത്രിമാരുമാകുന്നു. കാരണം ഖുറൈശികൾ കുടുംബവംശാലി അനുസരിച്ച് അറബികളിൽ ഉന്നതരും ഏറ്റവും പഴക്കമുള്ളവരുമാകുന്നു. ചുരുക്കത്തിൽ ഹസ്രത്ത് ഉമറിന്റെയും ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെയും പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറിനെയോ അബൂ ഉബൈദ ബിൻ ജറാഹിനെയോ ഖലീഫയാക്കുകയും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് ബയ്യത്ത് ചെയ്യുന്നതാണ്. കാരണം താങ്കൾ ഞങ്ങളുടെ നേതാവാകുന്നു, ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനുമാകുന്നു, ഞങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയങ്കരനുമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് ഉമർ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്തു. തുടർന്ന് മറ്റു ജനങ്ങളും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തു. ഏതായിരുന്നാലും ഹസ്രത്ത് അബൂബക്കറിന്റെ പക്കൽ ഹസ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനമാണിത്. അതായത് അദ്ദേഹത്തിന്റെ പേര് ഖിലാഫത്ത് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുന്നു. ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ഉമറിനെ ഉദ്ധരിച്ചുകൊണ്ടും ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ഉമർ പറയുന്നു, അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അടുത്ത ഖലീഫയെ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ അമീൻ വിശ്വസ്തനാകുന്നു. ഖിലാഫത്തിനെ സംബന്ധിച്ച് ഉള്ള വാക്കുകളാകുമ്പോൾ അരുളപ്പാടുകളാകുന്നു. വാക്കുകളല്ല, അരുളപ്പാടുകളാകുന്നു. ഖിലാഫത്തിനെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ഹസ്രത്ത് അബൂ ഉബൈദ അൻസാറുകളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അൻസാറുകളെ, ഇസ്ലാമിന് ഏറ്റവും ആദ്യം സഹായം നൽകിയത് നിങ്ങളാകുന്നു. ഇനി ഏറ്റവും ആദ്യം ഭിന്നിപ്പ് തുടങ്ങുന്നതും നിങ്ങളാകാൻ ഇടവരരുത്. ഹസ്രത്ത് അബൂബക്കർ ഖിലാഫത്ത് പദവിയിൽ അവരോധിതനായപ്പോൾ ബൈത്തുൽ മാലിന്റെ ചുമതല ഹസ്രത്ത് അബൂ ഉബൈദയെ ഏൽപ്പിച്ചു. ഹസ്രത്ത് ഹിജ്റ 13 ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തെ സിറിയയിലേക്ക് സൈന്യാധിപനായി അയച്ചു. ഹസ്രത്ത് ഉമർ ഖിലാഫത്ത് പദവിയിലെത്തിയപ്പോൾ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കി ഹസ്രത്ത് അബൂ ഉബൈദയെ സൈന്യാധിപനായി നിയമിച്ചു. സിറിയ വിജയത്തെ സംബന്ധിച്ച് പറയുന്നു, ഹിജ്റ 13 റോമക്കാർ പല ഭാഗത്തു നിന്നും സൈനിക നീക്കം തുടങ്ങിയിരുന്നു. ഒരു വിഭാഗത്തിന്റെ നേതാവ് ഹസ്രത്ത് യസീദ് ബിൻ അബൂ സുഫിയാൻ ആയിരുന്നു. അബൂ സുഫിയാന്റെ ഒരു മകന്റെ പേരും യസീദ് എന്നായിരുന്നു. അദ്ദേഹം ജോർദാനിലാണ് മരണപ്പെട്ടത്. ആദ്യം ജോർദാന്റെ കിഴക്കു ഭാഗത്ത് ആക്രമണം നടത്തി. രണ്ടാമത്തെ വിഭാഗത്തിന്റെ നേതാവ് ഷർജീൽ ബിൻ യസീദ് ആയിരുന്നു. അദ്ദേഹം ബൽക്കയിലേക്ക് മുന്നേറി. മൂന്നാമത്തെ നേതാവ് ഹസ്രത്ത് അമ്ര ബിൻ ആസ് ആയിരുന്നു. അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് സിറിയയിൽ പ്രവേശിച്ചു. നാലാമത്തെ സൈനിക
വിഭാഗത്തിന്റെ നേതാവ് ഹദ്രത്ത് അബു ഉബൈദ ബിൻ ജറാഹ് ആയിരുന്നു. അദ്ദേഹം ഹിംസയിൽ നിന്ന് മുന്നേറുകയുണ്ടായി. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയാൽ ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ആയിരിക്കും സൈന്യാധിപൻ. ഓരോ സൈന്യത്തിലും 4000 പേരുണ്ടായിരുന്നു. എന്നാൽ ഹദ്രത്ത് അബൂ ഉബൈദയുടെ സൈന്യത്തിൽ 8000 സൈനികരുണ്ടായിരുന്നു. സൈന്യങ്ങൾ പുറപ്പെടാനായപ്പോൾ ഹദ്രത്ത് അബൂബക്കർ സൈന്യാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വയം പ്രയാസപ്പെടുകയും കൂടെയുള്ളവരെ പ്രയാസത്തിലാക്കുകയും ചെയ്യരുത്. തങ്ങളുടെ സമൂഹത്തോടും സൈന്യത്തോടും നീരസം പ്രകടിപ്പിക്കരുത്. അവരോട് കൂടിയാലോചിക്കണം. നീതിപൂർവ്വം പെരുമാറേണ്ടതാണ്. അക്രമത്തിൽ നിന്നും അന്യായത്തിൽ നിന്നും അകന്നു നിൽക്കുക. അക്രമി ഒരിക്കലും വിജയം വരിക്കുന്നതല്ല, അവൻ വിജയത്തിന്റെ മുഖം പോലും കാണുന്നതല്ല. നിങ്ങൾക്ക് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഒരിക്കലും ശത്രുവിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. അള്ളാഹു പറയുന്നു, അന്ന് പിന്തിരിഞ്ഞ് ഓടുന്നവർക്ക് മേൽ ദൈവിക ക്രോധം ഇറങ്ങുന്നതാണ് അവരുടെ സങ്കേതം നരകമാകുന്നു. യുദ്ധത്തിനു വേണ്ടി സ്ഥലം മാറുന്നവരും സ്വയം ആളുകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ഒഴികെ. നോക്കുക, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ സൂറ അൻഫാൽ 17-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നു, ശത്രുക്കളെ കീഴ്പ്പെടുത്തിയാൽ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും വധിക്കരുത്, മൃഗങ്ങളെ കൊല്ലരുത്, കരാറുകൾ ലംഘിക്കരുത്, ഉടമ്പടി ചെയ്ത ശേഷം അത് നിങ്ങൾ ലംഘിക്കരുത്. ഏറ്റവും ആദ്യം ഹദ്രത്ത് അബൂ ഉബൈദ സിറിയയിൽ പട്ടണമായ മആബ് ജയിച്ചടക്കി. അവിടെയുള്ള നിവാസികൾ യുദ്ധക്കരം നൽകാമെന്ന നിബന്ധനയിൽ സുൽഹ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജാവിയയിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ റോമക്കാരുടെ വലിയൊരു സൈന്യം എതിരാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അബൂ ഉബൈദ കൂടുതൽ സഹായത്തിനു വേണ്ടി ഹദ്രത്ത് അബൂബക്കറിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഹദ്രത്ത് അബൂബക്കർ അപ്പോൾ ഇറാഖ് ഓപ്പറേഷനിലായി നിയോഗിക്കപ്പെട്ടിരുന്ന ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിനോട് പറഞ്ഞു, പകുതി സൈന്യത്തെ ഹദ്രത്ത് മസ്നയുടെ നേതൃത്വത്തിൽ നിർത്തിയ ശേഷം നിങ്ങൾ ഹദ്രത്ത് അബൂ ഉബൈദയെ സഹായിക്കാൻ എത്തുക. ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഇങ്ങനെ കത്തെഴുതി, ഞാൻ ഖാലിദിനെ അമീറായി നിശ്ചയിച്ചിരിക്കുന്നു. താങ്കൾ അദ്ദേഹത്തെക്കാളും ഉത്തമനും ശ്രേഷ്ഠനുമാണെന്ന് എനിക്കറിയാം. മുഴുവൻ കത്തും ഇപ്രകാരമാകുന്നു: അള്ളാഹുവിന്റെ ദാസനായ അത്തീഖ് ബിൻ അബൂ ഖുഹാഫ, അതായത് അത്തീഖ് എന്നത് അബൂബക്കറിന്റെ യഥാർത്ഥ പേരാകുന്നു. അബൂ ഖുഹാഫ എന്നത് പിതാവിന്റെ പേരും. അള്ളാഹുവിന്റെ ദാസനായ അത്തീഖ് ബിൻ അബൂ ഖുഹാഫ അബൂ ഉബൈദ ബിൻ ജറാഹിനെ എഴുതുന്ന കത്ത്: താങ്കൾക്ക് മേൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ സിറിയയിലേക്കുള്ള സൈന്യത്തിന് നേതൃത്വം ഖാലിദിനെ ഏൽപ്പിച്ചിരിക്കുന്നു. താങ്കൾ അദ്ദേഹത്തെ എതിർക്കരുത്, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഞാൻ താങ്കളെ അദ്ദേഹത്തിന് മേൽ രക്ഷാധികാരിയാക്കുകയാണ്. താങ്കൾ അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠനാണെന്ന് എനിക്കറിയാം. എന്നാൽ യുദ്ധ നൈപുണ്യത്തിൽ, അതായത് യുദ്ധകാര്യങ്ങളിൽ ഖാലിദ് ബിൻ വലീദിന് താങ്കളെക്കാൾ കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു താങ്കളെയും എന്നെയും ശരിയായ ദിശയിൽ നയിക്കുമാറാകട്ടെ. ഇതാണ് ഹദ്രത്ത് അബൂബക്കർ എഴുതിയത്. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് ഇറാഖിലെ ഹീറ എന്ന പട്ടണത്തിൽ നിന്ന് ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് കത്തയച്ചു. അദ്ദേഹം എഴുതി, അള്ളാഹുവിന്റെ സമാധാനം താങ്കൾക്ക് മേലുണ്ടാകട്ടെ. ഹദ്രത്ത് അബൂബക്കർ എന്നോട് സിറിയയിലേക്ക് പോകാൻ കൽപ്പിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ നേതൃത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവാണെ, ഞാൻ ഒരിക്കലും ഇത് ചോദിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നേരത്തെ താങ്കൾക്കുണ്ടായിരുന്ന സ്ഥാനം തന്നെ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും താങ്കളെ ധിക്കരിക്കുന്നതല്ല, താങ്കളെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നതുമല്ല. താങ്കൾ മുസ്ലിങ്ങളുടെ നേതാവാകുന്നു. താങ്കളുടെ മഹത്വം ഞങ്ങൾ നിഷേധിക്കുകയില്ല. മാത്രമല്ല, താങ്കളുമായി കൂടിയാലോചിക്കുന്നത് ഞങ്ങൾ ഒഴിവാക്കുന്നതുമല്ല. നോക്കുക, ഇതാണ് വിശ്വാസിയുടെ മഹത്വം. രണ്ട് ഭാഗത്തുനിന്നും എങ്ങനെയാണ് വിനയാന്യതമായി അനുസരണം പ്രകടിപ്പിക്കുന്നതെന്ന്. അജ്നാദൈൻ യുദ്ധം ഹിജറ 13 ആണ് ഉണ്ടായത്. അജ്നാദൈൻ ഫലസ്തീനടുത്തുള്ള പ്രദേശത്തിന്റെ പേരാകുന്നു. ഈ സ്ഥലത്ത് 1,00,000 റോമൻ സൈന്യവുമായി മുസ്ലിങ്ങൾ ഏറ്റുമുട്ടി. നിവേദനത്തിൽ പറയുന്നു, അജ്നാദൈൻ സൈന്യത്തിന്റെ സൈന്യാധിപൻ റോമൻ ചക്രവർത്തി ഹെർക്കുലിസിന്റെ സഹോദരൻ തിയോഡർ ആയിരുന്നു. 30,000-ഓളം വരുന്ന മുസ്ലിം സൈന്യം 1,00,000 സൈന്യത്തെ പാടെ പരാജയപ്പെടുത്തി അജ്നാദൈൻ പിടിച്ചടക്കി. അജ്നാദൈൻ പിടിച്ചടക്കിയ ശേഷം മുസ്ലിങ്ങൾ ശത്രുക്കളെ വളയം ചെയ്തു. അതിന്റെ വിവരണം ഇപ്രകാരമാകുന്നു: ഡമസ്കസ് സിറിയയുടെ തലസ്ഥാനവും ലോകത്തിലെ പുരാതന നഗരങ്ങളിൽ ഒന്നുമാണ്. ഹിജറ 14 അതിനെ മുസ്ലിങ്ങൾ വളഞ്ഞത്.
മുഹറം 14 ഹിജറിക്കാണ് അതിനെ മുസ്ലിങ്ങൾ വളഞ്ഞത്. ഇത് 6 മാസത്തോളം തുടർന്നു. മറുഭാഗത്ത്, അതായത് ശത്രു സൈന്യം കോട്ടകൾക്കുള്ളിൽ തടങ്കലായി. അതായത് അവർ തന്നെ കോട്ട അടച്ചു. കാരണം അത് അവരുടെ തന്നെ നാടായിരുന്നല്ലോ. മുസ്ലിങ്ങളുടെ 5 സൈന്യാധിപന്മാരും തങ്ങളുടെ സൈന്യവുമായി ആ നഗരത്തെ വളഞ്ഞു. ഹദ്രത്ത് അബൂ ഉബൈദ തന്റെ സൈന്യത്തോടൊപ്പം കിഴക്കേ കവാടത്തിലായിരുന്നു. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് നേരെ മറുഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തെ കവാടത്തിലായിരുന്നു. മറ്റ് സൈന്യാധിപന്മാർ സൈന്യവുമായി മറ്റ് കവാടങ്ങളിൽ നിലയുറപ്പിച്ചു. റോമക്കാർ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവന്ന് യുദ്ധം ചെയ്യുകയും പിന്നെ തിരിച്ചു പോവുകയുമാണ് ചെയ്തിരുന്നത്. കോട്ടയ്ക്കുള്ളിൽ അവർ തടങ്കലിലായിട്ടുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തി സഹായ സേന അയക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുസ്ലിം സൈന്യത്തിന്റെ ജാഗ്രത അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ മണ്ണിടുകയാണ് ഉണ്ടായത്. ഒരു രാത്രിയിൽ പട്ടണത്തിൽ എന്തോ ഉത്സവം ഉണ്ടായിരുന്നു. കോട്ടവാതിൽക്കലെ കാവൽക്കാരും ആഘോഷത്തിമിർപ്പിൽ കാവൽ നിൽക്കുകയാണെന്ന കാര്യം മറന്നുപോയിരുന്നു. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് കുറച്ച് ആളുകളെയും കൂട്ടി പട്ടണത്തിന്റെ വാതിൽ ഭേദിച്ചുകൊണ്ട് പട്ടണത്തിൽ പ്രവേശിച്ചു. വാതിൽ തുറന്നു. അങ്ങനെ സൈനികർ പട്ടണത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ നഗരത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന ഹദ്രത്ത് അബൂ ഉബൈദയുമായി സുൽഹ് ചെയ്തു. സന്ധിയിലായി. ഹദ്രത്ത് ഖാലിദിന് ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. തുടർച്ചയായി യുദ്ധം നടന്നു. ജനങ്ങൾ ഹദ്രത്ത് അബൂ ഉബൈദയുടെ അടുക്കലെത്തി ഞങ്ങളെ ഖാലിദിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. പട്ടണ മധ്യത്തിൽ വെച്ച് 2 സൈന്യാധിപന്മാരും കണ്ടുമുട്ടി. ഖാലിദ് ബിൻ വലീദും ഹദ്രത്ത് അബൂ ഉബൈദയും നഗരമധ്യത്തിൽ വെച്ച് ആ നഗരവാസികളുമായി സുൽഹ് ചെയ്യുകയുണ്ടായി. കാരണം നേരത്തെ തന്നെ അബൂ ഉബൈദ സുൽഹ് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനിക നീക്കം. ഇത് സിറിയയിലെ ഒരു നഗരമാകുന്നു. ഡമസ്കസ് പിടിച്ചടക്കിയ ശേഷം മുസ്ലിങ്ങൾ മുന്നേറുകയായിരുന്നു. അപ്പോഴാണ് റോമക്കാർ ബേസൻ എന്ന സ്ഥലത്ത് ഒരുമിച്ചുകൂടി മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായി അറിഞ്ഞത്. മുസ്ലിങ്ങൾ അവർക്കെതിരെ ഫിഹൽ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. റോമൻ സൈന്യത്തലവൻ സുൽഹിനുള്ള നിർദ്ദേശവുമായി തങ്ങളുടെ പ്രതിനിധി ഹദ്രത്ത് അബൂ ഉബൈദയുടെ അടുത്തേക്ക് അയച്ചു. അയാൾ ഇസ്ലാമിക സൈന്യത്തിന് അടുക്കലെത്തിയപ്പോൾ അവിടെ വലിയവരും ചെറിയവരും നേതാവും അനുയായികളും സൈന്യാധിപനും സൈനികരും ഒരു വ്യതിരിക്തതയും ഭാവഭേദവും കൂടാതെ ഇരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവസാനം അയാൾ നിർബന്ധാവസ്ഥയിൽ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ സൈന്യാധിപൻ? ജനങ്ങൾ ഒരു സാധാരണക്കാരനായ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അദ്ദേഹം നിലത്തിരിക്കുകയായിരുന്നു. ആഗതൻ അടുത്ത് നിന്ന് ചോദിച്ചു, താങ്കളാണോ സൈന്യാധിപൻ? ഹദ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, അതെ. അയാൾ പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ സൈനികനും 2 വീതം സ്വർണ്ണ നാണയം നൽകുന്നതാണ്. സൈന്യാധിപന് 1000 ദീനാറും നിങ്ങളുടെ ഖലീഫയ്ക്ക് 2000 ദീനാറും നൽകപ്പെടുന്നതാണ്. ഹദ്രത്ത് അബൂ ഉബൈദ ഇത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പൈസ വാങ്ങാനും സമ്പത്ത് ലക്ഷ്യപ്പിച്ചുകൊണ്ടുമല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ വചനം ഉയർത്തുന്നതിനാണ് വന്നിരിക്കുന്നത്. ആഗതൻ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി. അയാൾ ഇങ്ങനെ നെറ്റിയൊരിക്കുന്നത് കണ്ടപ്പോൾ ഹദ്രത്ത് അബൂ ഉബൈദ സൈന്യത്തോട് തയ്യാറാക്കാൻ കൽപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ 2 വിഭാഗങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായി. ഹദ്രത്ത് അബൂ ഉബൈദ സ്വയം സൈന്യത്തിന്റെ ഹൃദയഭാഗത്ത്, അതായത് നടുവിൽ ഉണ്ടായിരുന്നു. വളരെ യുക്തിപൂർവ്വം സൈന്യത്തെ നയിക്കുകയായിരുന്നു. അങ്ങനെ എണ്ണത്തിൽ കുറഞ്ഞവരായിരുന്നിട്ടും മുസ്ലിങ്ങൾ റോമക്കാരെ പരാജിതരാക്കി. അതിന്റെ ഫലമായി ജോർഡാൻ പ്രദേശം മുഴുവൻ മുസ്ലിങ്ങളുടെ അധീനതയിലായി. ഹിംസ വിജയം. ഫിഹിൽ വിജയത്തിന് ശേഷം ഹദ്രത്ത് അബൂ ഉബൈദ സിറിയയിലെ സുപ്രധാന നഗരമായ ഹിംസിലേക്ക് തിരിച്ചു. യുദ്ധപരമായും രാഷ്ട്രീയപരമായും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. വഴിയിൽ ബാൽബക് പട്ടണത്തിലൂടെ പോകേണ്ടി വന്നു. ഇത് ലെബനോണിലെ പുരാതന നഗരമാണ്. ഡമസ്കസിൽ നിന്ന് 3 രാത്രി സഞ്ചരിക്കേണ്ട ദൂരമുണ്ട്. ഇതൊരു പുരാതന നഗരവും ബാൽ എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ ഒരു വലിയ കേന്ദ്രവുമായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ ഹദ്രത്ത് അബൂ ഉബൈദയെ എതിർക്കുന്നതിന് പകരം അദ്ദേഹത്തോട് സുൽഹിനുണ്ടി അപേക്ഷിച്ചു. യുദ്ധക്കരത്തിന്റെ നിബന്ധനയിൽ അത് അംഗീകരിക്കപ്പെട്ടു. അതേ തുടർന്ന് ഹദ്രത്ത് അബൂ ഉബൈദ അവരോട് യുദ്ധമൊന്നും ചെയ്തില്ല. യുദ്ധക്കരം ആവശ്യപ്പെട്ടു. അത് സ്വീകരിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ മതത്തിൽ തന്നെ തുടരാവുന്നതുമാണ്. ഹദ്രത്ത് അബൂ ഉബൈദ ഹിംസിലേക്ക് തിരിച്ചു. അതിനെ വളയുകയും ചെയ്തു. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നഗരവാസികൾ റോമൻ ചക്രവർത്തി സഹായിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ടാണ് അവർ എതിർക്കാൻ തയ്യാറായത്. എന്നാൽ അവർ സഹായത്തെ സംബന്ധിച്ച് നിരാശയിലായി. അങ്ങനെ അവർ ആയുധം താഴെയിടുകയും രഞ്ജിപ്പിന് അപേക്ഷിക്കുകയും ചെയ്തു. അത് അംഗീകരിക്കപ്പെട്ടു. സുൽഹിനോടൊപ്പം സ്വത്തും സമ്പത്തും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. അവരുടെ ഭവനങ്ങളും ആരാധനാലയങ്ങളും സംരക്ഷിതമാണെന്ന് പ്രഖ്യാപിച്ചു.
വീടുകളും ആരാധനാലയങ്ങളും സുരക്ഷിതമായിരിക്കും. സ്വന്തം മതത്തിൽ തുടരുകയുമാകാം. അവർ യുദ്ധക്കരം നൽകേണ്ടതാണ്. അതായത് സ്വന്തം മതത്തിൽ തുടരാവുന്നതാണ്, പക്ഷേ ജിസിയ കൊടുക്കേണ്ടി വരുന്നതാണ്. ഇത് ഒരു ടാക്സ് അഥവാ നികുതിയാകുന്നു. ലാസിഫിയ വിജയം. അതിനുശേഷം ഇസ്ലാമിക സൈന്യം ലാസിഫിയയിലേക്ക് തിരിച്ചു. ഇത് സിറിയയിലെ ഒരു പട്ടണമാകുന്നു. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഹിംസിന്റെ സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഏതായിരുന്നാലും ലാസിഫിയെ വളഞ്ഞു. സംരക്ഷണ സംവിധാനം എന്ന നിലയ്ക്ക് ലാസിഫിയ വളരെ പ്രബലമായിരുന്നു. ജനങ്ങളുടെ പക്കൽ നിരവധി വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പട്ടണത്തെ വളഞ്ഞത് ഗൗനിച്ചില്ല. ഹദ്റത്ത് അബൂ ഉബൈദ ആ പ്രദേശം ജയിച്ചിറക്കാൻ പുതിയൊരു ഉപായം പ്രയോഗിച്ചു. അദ്ദേഹം രാത്രിയിൽ മൈതാനത്ത് നിരവധി കുഴികൾ ഉണ്ടാക്കി. അതായത് അതിനെ പുല്ലുകൊണ്ട് മൂടുകയും ചെയ്തു. രാവിലെ സൈന്യവുമായി ഹിംസയിലേക്ക് തിരിച്ചു. സൈന്യം കുഴികൾ ഉണ്ടാക്കി അവിടെ പുല്ലുകൾ കൊണ്ട് മൂടിയ ശേഷം തങ്ങൾ തിരിച്ചു പോവുകയാണെന്നും ഘരാവ് അവസാനിപ്പിച്ചുവെന്നും തോന്നിപ്പിച്ചു. നഗരവാസികളും അവരുടെ സൈന്യവും ഘരാവ് അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ സന്തോഷിക്കുകയും സ്വസ്ഥമായി നഗര കവാടങ്ങൾ തുറക്കുകയും ചെയ്തു. മറുഭാഗത്ത് അബൂ ഉബൈദ രാത്രി തന്നെ തന്റെ സൈന്യവുമായി തിരിച്ചു വന്നു. രാത്രി തിരിച്ചെത്തി ഗുഹ പോലെ ഉണ്ടാക്കിയ കുഴികളിൽ ഒളിച്ചിരുന്നു. അത് ഗുഹകൾ പോലെ അല്ലെങ്കിൽ തുരങ്കമോ ട്രെയിനുകളോ ആണ് ഉണ്ടാക്കിയത്. അവിടെ ഒളിച്ചിരുന്നു. രാവിലെ നഗരകവാടങ്ങൾ തുറന്നപ്പോൾ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുകയും പട്ടണത്തിൽ പ്രവേശിച്ച് അത് പിടിച്ചടക്കുകയും ചെയ്തു. ബാക്കി ഇൻഷാ അല്ലാഹു തആല പിന്നീട് വിവരിക്കുന്നതാണ്. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അവരെ മൗലവിമാരിൽ നിന്നും സർക്കാർ പ്രതിനിധികളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. അവിടെ വീണ്ടും എതിർപ്പിന്റെ ശക്തമായ തിര ഉയരുകയാണ്. നിയമത്തിന്റെ സംരക്ഷകർ നീതിയെപ്പറ്റി അറിയാത്തവർ മാത്രമല്ല, അതിനെ തവിടുപിടിയാക്കുന്നവരുമാണ്. മൗലവി പറയുന്നതിന്റെ പിന്നാലെയാണ് അവർ നടക്കുന്നത്. ഒരുപക്ഷെ അവർ ജീവൻ രക്ഷിക്കാനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥിരത കിട്ടുമെന്ന് അവർ കരുതുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത് അവരുടെ അബദ്ധമാകുന്നു. ഓർക്കുക, എപ്പോഴും ഇത് തന്നെയാണ് അവരുടെ നാശത്തിന് കാരണമായി തീരുക. നമ്മൾ നേരത്തെയും ഈ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത്. ഇനിയും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സഹായത്താൽ കടന്നുപോകുന്നതുമാണ്. എന്നാൽ ഇവരുടെ ചെയ്തികൾ ഇവർ പിന്മാറുന്നില്ലെങ്കിൽ ഇവരുടെ നാശം ഉറപ്പാണ്. ആയതിനാൽ അഹമ്മദികൾ ഇപ്പോൾ നല്ലപോലെ ദുആ ചെയ്യുക. അള്ളാഹു ഈ പ്രയാസങ്ങൾ അകറ്റുമാറാകട്ടെ. പ്രത്യേകിച്ചും അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. സവിശേഷമായും പാകിസ്ഥാനിലെ അഹമ്മദികളും പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പുറമേയുള്ള അഹമ്മദികളും ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം എത്രയും വേഗം വരികയും അവിടെ താമസിക്കുന്ന അഹമ്മദികൾ പ്രയാസങ്ങളിൽ നിന്ന് മോചിതരാകുകയും ചെയ്യുമാറാകട്ടെ. पाकिस्तान से आए हुए हैं ताकि अल्लाह ताला की मदद और नुसरत जल्द आए और इन मुश्किलात से वहाँ के रहने वाले अहमदी छुटकारा पा सकें. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.